ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന്. ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. നമസ്കാരം, തന്മയിലേക്ക് സ്വാഗതം. തന്മയിൽ ഇന്ന് PCOD കുറിച്ച് കേൾക്കാം. വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രുതി EJ, ആയുർവേദ ഗൈനക്കോളജിസ്റ്റ്, മാനന്തവാടി. എല്ലാവർക്കും തന്മയിലേക്ക് സ്വാഗതം. PCOD നിങ്ങളിൽ പലരും പലതരത്തിൽ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസിനെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. പലതരത്തിൽ PCOD പ്രസൻറ്റ് ചെയ്യപ്പെടുന്നു എന്നതുകൊണ്ട് തന്നെ ലക്ഷണങ്ങൾ കൃത്യമായി പറയാൻ ബുദ്ധിമുട്ടാണ്. PCODയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ 1935 സ്റ്റീൻ ആൻഡ് ലാവെന്താൽ എന്ന് പറയുന്ന രണ്ട് ശാസ്ത്രജ്ഞർ PCOD എന്ന് പറയുന്ന ഒരു അസുഖത്തെ തിരിച്ചറിയുന്നത്. അതായത് കുറേയധികം സ്ത്രീകളിൽ ക്രമം തെറ്റിയ ആർത്തവം, മുഖത്തെ അമിത രോമ വളർച്ച, അമിതവണ്ണം ഇവയോടുകൂടിയ ഒരു കൂട്ടം സ്ത്രീകൾ കൂടുതലായി ചികിത്സ തേടുന്ന കാര്യം അവർ ശ്രദ്ധിക്കുകയും അവരുടെ ഒരു സ്കാനിങ് റിപ്പോർട്ടിൽ അവരുടെ ഓവറി അണ്ഡാശയത്തിന് വലിപ്പം കൂടിയിരിക്കുന്നതായി ശ്രദ്ധിക്കുകയും ചെയ്തു. വീണ്ടും അനേക 25-30 വർഷങ്ങൾക്ക് ശേഷമാണ് PCOD എന്ന ഡയഗ്നോസിസിലെത്താവുന്ന PCODയുടെ കൃത്യമായ ലക്ഷണങ്ങൾ എന്തൊക്കെ എന്ന് ഒരു മെഡിക്കൽ ലോകം തീരുമാനിക്കുന്നതും. അതിനും ശേഷം കൃത്യമായി പറഞ്ഞാൽ ഒരു 2000-നൊക്കെ ശേഷമാണ് കൃത്യമായ PCODയുടെ ചികിത്സയെല്ലാം മോഡേൺ മെഡിക്കൽ സിസ്റ്റത്തിൽ നിലവിൽ വരുന്നത് എന്ന് പറയാം. PCOD എന്ന് പറഞ്ഞാൽ ആർത്തവ തകരാറുകൾ പ്രധാനമായിട്ടും ഒരു ലക്ഷണമായി കാണുന്ന, പ്രത്യേകിച്ചും ഒരു റീപ്രൊഡക്റ്റീവ് ഏജിൽ ഒരു 15 മുതൽ 45 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് വരാവുന്ന ഒരു ഹോർമോണൽ ഇംബാലൻസ് ആണ് എന്ന് പറയാം. അതിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 50% പേർക്കും അമിതവണ്ണം പ്രധാന ഒരു ലക്ഷണമായിട്ട് കാണപ്പെടുന്നു. PCOD ഉള്ള കുട്ടികളിൽ, സ്ത്രീകളിൽ 70% പേർക്കും മെൻസ്ട്രുവൽ പ്രോബ്ലം, ആർത്തവ തകരാറുകൾ ഉണ്ടായിരിക്കും. അത് പലതരത്തിലായിരിക്കാം. ചിലരിൽ വളരെ ക്രമം തെറ്റിയ ആർത്തവം കാണപ്പെടുന്നു. അതായത് 3-4 മാസം ഇടവേളകളിൽ വളരെ കുറച്ച് മാത്രം ബ്ലീഡിങ് പോകുന്ന രീതിയിലുള്ള ആർത്തവമായിരിക്കാം. മറ്റു ചിലരിൽ മാസത്തിൽ 2 തവണയോ 3 തവണയോ വരാവുന്ന വളരെ ശക്തമായ ഹെവി ആയിട്ടുള്ള രക്തസ്രാവം ചിലരിൽ തോന്നാം. ചിലരിൽ വളരെ കുറഞ്ഞ സ്പോട്ടിംഗ് എന്ന് പറയാവുന്ന രീതിയിൽ 1-2 തുള്ളി മാത്രമായിട്ട് ആർത്തവ രക്തസ്രാവം നിലനിൽക്കാം. ഇത്തരത്തിൽ പലതരത്തിൽ ആർത്തവ വ്യതിയാനങ്ങൾ PCODയിൽ അതിൻ്റെ ഹോർമോണൽ വ്യതിയാനത്തിനനുസരിച്ച് മാറ്റം വന്ന് കാണപ്പെടാറുണ്ട്. വേറൊരു പ്രധാന ലക്ഷണം മുഖത്ത് വരുന്ന അമിത രോമ വളർച്ച എന്നതാണ്. അതും ഒരു 60% പേർക്ക് മാത്രമേ കാണാറുള്ളൂ. അതായത് എല്ലാ ലക്ഷണങ്ങളും എല്ലാ PCODയിലും കാണാറില്ല എന്ന് ചുരുക്കം. വളരെ ക്രമം തെറ്റിയ ഹോർമോണൽ അവസ്ഥയാണ് ശരീരത്തിൽ ഉണ്ടാവുന്നത് എന്നതിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട പുറമേക്ക് കാണുന്ന ഒരു ലക്ഷണമാണ് കഴുത്തിലും മുഖത്തും വരുന്ന കട്ടി കൂടിയ കറുത്ത കളർ വ്യത്യാസം. അതായത് വളരെ പിഗ്മെൻറ്റഡായി, വളരെ തിക്കായി കഴുത്തിൽ കാണപ്പെടുന്ന നിറവ്യത്യാസം ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസിനെ, അതായത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ കൃത്യമായ പണി എടുക്കുന്നില്ല എന്ന് കാണിക്കുന്നതിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. ഇതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറയുക, ഇൻഫെർട്ടിലിറ്റി, അതുപോലെ മുടി കൊഴിച്ചിൽ, വളരെ ഒരു പുരുഷന്മാരിൽ വരുന്ന കഷണ്ടിയോട് സമാനമായ രീതിയിൽ സ്ത്രീകളിൽ മുടി കൊഴിയാൻ തുടങ്ങുക, അതൊരു അമിതമായ ക്ഷീണം, ഒന്നിനും ഒരു എനർജി ഇല്ലാതിരിക്കുക, പലതരത്തിലുള്ള മൂഡ് ചേഞ്ചസ്, അമിതമായ ഡിപ്രഷൻ, അമിതമായ സങ്കടം, ദേഷ്യം എന്നതിൽ കഴിഞ്ഞ് ഒരു മാനസികമായ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ PCOD ഉള്ളവർ കടന്നു പോകാറുണ്ട്. പ്രധാനമായും അതിൻ്റെ ഒരു ഡയഗ്നോസിസ് എങ്ങനെയാണ് അത് രോഗം ഉറപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് വയറിൻ്റെ സ്കാൻ ചെയ്ത് നോക്കുക എന്നുള്ളത്. അതായത് അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ ഓവറി സിസ്റ്റ് കാണപ്പെടുന്നു. അതായത് ഓവറിയുടെ വലിപ്പം ക്രമാതീതമായിട്ട് വലിപ്പം കൂടിയിരിക്കുന്നതായിട്ടും അതിൻ്റെ ഉള്ളിൽ പൂർണ്ണ വളർച്ചയെത്താത്ത ഓവം, അണ്ടങ്ങൾ നിരന്നിരിക്കുന്നതായിട്ടും കാണപ്പെടുന്നതാണ് USGയിൽ PCOD ഉള്ളവർക്ക് കാണപ്പെടുന്ന മാറ്റം. നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, PCODയിൽ ഒരിക്കലും ഒരു സിസ്റ്റ് അല്ല, ഒരു മുഴയോ തടിപ്പോ സിസ്റ്റോ ഒന്നുമല്ല. പൂർണ്ണ വളർച്ച എത്താത്ത, ഓവുലേഷൻ കൃത്യമായി നടക്കാത്തതിനാൽ പൂർണ്ണ വളർച്ച എത്താത്ത ഓവം ഓവറിയിൽ കാണപ്പെടുന്നതിനെയാണ് നമ്മൾ സ്കാനിങ്ങിൽ സിസ്റ്റ് എന്ന രീതിയിൽ എഴുതപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു പലതരത്തിൽ PCOD പ്രസൻറ്റ് ചെയ്യപ്പെടുന്നു. ആർത്തവം കൃത്യമായി വരുന്ന PCOD
PCOD ഉണ്ട്, വളരെ ക്രമം തെറ്റി വരുന്ന PCOD ഉണ്ട്. വളരെയധികം വെയിറ്റ് ഗെയിൻ, അതായത് 80-90 കിലോ വരെ വെയിറ്റ് കൂടുന്ന തരത്തിലുള്ള PCOD ഉണ്ട്. എന്നാൽ 35 കിലോ 40 കിലോ ഉള്ള വളരെ സ്ട്രോങ് ആയ PCOD ഉള്ളവരുമുണ്ട്. ബ്ലീഡിങ് വളരെ കുറഞ്ഞ PCOD ഉണ്ട്, വളരെ ഹെവി ആയിട്ട് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വളരെ ശക്തിയായ ആർത്തവം വരുന്ന സ്ത്രീകളുമുണ്ട്. അതുകൊണ്ട് തന്നെ PCOD ഒറ്റ ഒരു രോഗമായിട്ട് കാണുക എന്നുള്ളത് വിഷമമാണ്. എങ്ങനെയാണ് PCOD വരുന്നത്? ഭക്ഷണം, വ്യായാമം, സ്ട്രെസ്, ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ എന്നിങ്ങനെ പല കാരണങ്ങൾ നമുക്ക് PCODയുടെ കാരണങ്ങളിൽ ഉൾപ്പെടുത്താം. എങ്കിലും കൃത്യമായി ഇന്ന കാരണം കൊണ്ടാണ് PCOD വരുന്നത് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, PCOD എന്നത് ഒരു മാറാത്ത, വളരെ പ്രശ്നക്കാരനായ, ഭാവിയിൽ ക്യാൻസർ പോലും ആയേക്കാവുന്ന ഒരു രോഗമൊന്നുമല്ല എന്നതാണ്. അത് ശരീരത്തിന് വന്നു കൂടുന്ന ഒരു അവസ്ഥ മാത്രമാണ്. രോഗമല്ല എന്ന് പറയാൻ കാരണം കൃത്യമായ പരിഹാരങ്ങളിലൂടെ, കൃത്യമായ ജീവിതശൈലി മാറ്റങ്ങളിലൂടെ 100% നമുക്ക് PCOD ലക്ഷണങ്ങളെ ഇല്ലാതാക്കി ജീവിക്കാൻ പറ്റും. അതിന് ആദ്യം എന്താണ് നമ്മുടെ ശരീര പ്രവർത്തനങ്ങൾ, ആർത്തവം എന്താണ് എന്ന് ലളിതമായി മനസ്സിലാക്കണം. നമ്മൾ കണ്ണടച്ചു ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ നിമിഷം നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? ഓരോ സെല്ലിലും ആക്റ്റീവായി എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നു? കൃത്യമായ താളത്തിൽ, കൃത്യമായ കണക്കുകൂട്ടലുകളിലാണ് ഓരോ ഹോർമോൺസും, എൻസൈമും, അവയവങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നത്. ഇനി നമ്മുടെ മനസ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മണിക്കൂറിൽ 2500 മുതൽ 3500 വരെ ചിന്തകൾ ഉണ്ടെന്ന് ബ്രെയിൻ ഇമേജ് സ്റ്റഡികൾ കാണിക്കുന്നു. ഈ ചിന്തകളെല്ലാം വളരെ നൈമിഷികമാണെങ്കിലും അതുണ്ടാക്കുന്ന ഇമോഷൻസ്, ഫീലിംഗ്, സന്തോഷങ്ങൾ, സങ്കടങ്ങൾ എല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ ഹോർമോണിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവയാണ്. അതുകൊണ്ട് തന്നെ ആ ശരീരത്തിൻ്റെ താളം, ആർത്തവത്തിൻ്റെ താളം നഷ്ടപ്പെടുന്നതാണ് യഥാർത്ഥത്തിൽ PCOD എന്ന് പറയാം. മാസത്തിൽ ഒരു തവണ വരുന്ന, നമ്മെ അസ്വസ്ഥതപ്പെടുത്തുന്ന, ബുദ്ധിമുട്ടിക്കുന്ന ഒന്നായി മാത്രമാണ് നാം പലപ്പോഴും ആർത്തവത്തെ മനസ്സിലാക്കാറുള്ളത്. ആർത്തവം എന്നുള്ളത് ഒരു സ്ത്രീയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബയോകെമിസ്ട്രിയാണ്. ശരീരത്തെ നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു പ്രക്രിയയാണ്. നമ്മുടെ സ്ത്രീകളിലെ എല്ലാ ഹോർമോണുകളും മെൻസസിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ അത്ഭുതമാണ് കൃത്യം ഇടവേളകളിൽ ആവർത്തിക്കുന്ന ആർത്തവം എന്ന് പറയാം. ഓരോ ആർത്തവത്തിനും 2 ഭാഗങ്ങളുണ്ട്. ഒരു ആർത്തവം മുതൽ അണ്ടവിസർജനം വരെ, ഓവുലേഷൻ വരെയുള്ള ആദ്യത്തെ 14 ദിവസം, അടുത്ത ആർത്തവം വരെയുള്ള അടുത്ത സെക്കൻഡ് പാർട്ടായ 14 ദിവസം. ഈ 2 സമയത്തും ശരീരത്തിൽ 2 തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ആദ്യ ഭാഗം ഈസ്ട്രജൻ ഹോർമോണിന്റെ ഭരണത്തിലായിരിക്കും. കൂടുതൽ എനർജറ്റിക് ആവും, മനസ്സിന് നല്ല സമാധാനം തോന്നും, കൂടുതൽ ക്രിയേറ്റീവ് ആകും, സോഷ്യലി ആയിട്ട് കൂടുതൽ ഇടപെടലുകൾ നടത്തും, മനസ്സിന്റെ അസ്വസ്ഥതകൾ കുറവായിരിക്കും, തലച്ചോറിലും മറ്റ് അവയവങ്ങളിലുമൊക്കെ ഈസ്ട്രജന്റെ എഫക്റ്റ് ഉണ്ടാകും. അതായത് ലെഫ്റ്റ്, നമ്മുടെ തലച്ചോറിന്റെ ഇടത് ഹെമിസ്ഫിയർ, ഇടത് ഭാഗമാണ് കൂടുതൽ ആക്റ്റീവ് ആകുക. ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഓവുലേഷന് ശേഷം വരുന്ന ഭാഗമാണ്. അത് പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഭരണത്തിലായിരിക്കും. ഈസ്ട്രജൻ ഹോർമോൺ കുറഞ്ഞ രീതിയിലായിരിക്കും. കൂടുതൽ ഉള്ളിലേക്ക് വലിയുന്ന ഒരു സ്വഭാവം, സ്വയം ശ്രദ്ധിക്കാൻ തുടങ്ങുക, ഒരു റിഫ്ലക്റ്റീവ് ടൈമാണെന്ന് പറയാം. സ്വന്തം ജീവിതാവസ്ഥകളെ പറ്റി കൂടുതൽ ചിന്തിക്കും. അതുകൊണ്ട് തന്നെ ചിന്തകൾ കുറച്ചുകൂടെ സ്വയം ജീവിതത്തെപ്പറ്റി ചിന്തിക്കുന്ന തരത്തിൽ ഉള്ള ഭാഗമാണ്. അതായത് റൈറ്റ് ഹെമിസ്ഫിയർ, വലത് ഭാഗം ആണ് കൂടുതൽ ആക്റ്റീവായിരിക്കുക. തലച്ചോറിൻ്റെ വലത് ഭാഗം കൂടുതൽ ആക്റ്റീവായിരിക്കുന്ന ഭാഗമാണ് സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ. ഇതിന് രണ്ടിനും ഇടയിൽ നടക്കുന്ന വളരെ മനോഹരമായ, അത്ഭുതകരമായ ഒരു പ്രക്രിയയാണ് ഓവുലേഷൻ, അണ്ടവിസർജനം എന്ന് പറഞ്ഞാൽ. LH, FSH എന്ന് പറയുന്ന 2 ഹോർമോൺ പീക്ക് ലെവലിലെത്തുന്നതും ഈ ഓവുലേഷൻ സമയത്താണ്. ഈ 2 ഭാഗങ്ങളും, ആർത്തവത്തിൻ്റെ ഈ 2 ഭാഗങ്ങളും നമുക്ക് തരുന്ന കുറേ തിരിച്ചറിവുകളുണ്ട്. ഒരുപാട് ഹീലിംഗ് പ്രോസസ്സ് ശരീരത്തിൽ നടക്കുന്നുണ്ട്. ഇനി PCOD പോലെയുള്ള അസുഖങ്ങളിൽ പീരീഡ്സ് ഇല്ലാതാവുമ്പോൾ ശരീരത്തിന് നഷ്ടപ്പെടുന്നത് ഈ ഒരു താളക്രമമാണ്. താളമില്ലാതാവുന്നതോടെ ഓരോ സെല്ലും കൺഫ്യൂഷൻ ആകും. ഈസ്ട്രോജൻ മാത്രം കൂടി നിൽക്കും, പ്രൊജസ്ട്രോൺ കുറഞ്ഞ രീതിയിൽ തന്നെ നിൽക്കും. അതുപോലെ ഓവുലേഷൻ തടസ്സപ്പെടും. റൈറ്റ് ഹെമിസ്ഫിയർ ആക്ടിവിറ്റി എപ്പോഴും കുറഞ്ഞു തന്നെ ഇരിക്കും. ഞാൻ ഇത്രയും പറഞ്ഞത് ആർത്തവം ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഓരോ മാസവും വരുത്തുന്ന മാറ്റങ്ങളെപ്പറ്റി പ്രധാനമായിട്ടും ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ താളത്തിന് ഏറ്റവും പ്രശ്നം വരുന്ന ഒരു അസുഖമാണ് PCOD എന്ന നിലയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് PCODയിലേക്ക് നയിക്കുന്നത്, എന്തൊക്കെ ഭക്ഷണങ്ങളും വ്യായാമങ്ങളും ചികിത്സകളുമാണ് PCOD ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത് എന്ന് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. തന്മയിൽ നിന്ന് ശ്രോതാക്കൾ കേട്ടത് PCODയെ കുറിച്ചായിരുന്നു. വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. തന്മയ
ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന്. ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി.